അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിക്കുകയും ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള ഖാംനയെ വധിക്കുകയും ചെയ്തതോടുകൂടി പശ്ചിമേഷ്യയാകെ യുദ്ധത്തിൻ്റെ വലിയ അന്തരീക്ഷത്തിലാണുള്ളത്. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, അമേരിക്കൻ സൈനിക താവളങ്ങളുള്ള മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിലേക്ക് നേരെല്ലാം ഇറാൻ മിസൈൽ ആക്രമണം നടത്തുകയാണ്. അങ്ങനെ വലിയ യുദ്ധഭീതിയിലാണ്. നേരത്തെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ആണ് 12 ദിന യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധം ഇസ്രായേലും ഇറാനും തമ്മിൽ നടന്നത്. അത് കേവലം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രാദേശിക യുദ്ധമായി അവസാനിക്കുകയുണ്ടായി. പക്ഷേ ഇത് ഇപ്പോൾ അങ്ങനെയല്ല. ഇത് വ്യാപകമായി ലോകത്തെ തന്നെ രാഷ്ട്രീയ ഭൂപടങ്ങൾ തന്നെ മാറ്റി മറിക്കാൻ പോകുന്നത്ര വ്യാപകമായിട്ടുള്ള ഒരു വലിയ യുദ്ധമായി മാറുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള സൗഹൃദങ്ങൾ ഉള്ള രാജ്യങ്ങളാണ് ഇറാനും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം ഈ രാജ്യത്തെയും നേരിട്ട് പലതരത്തിൽ ബാധിക്കും. അതിൽ പ്രധാനമാണ് നമ്മുടെ രാജ്യത്തിലെ അന്താരാഷ്ട്ര ഓയിൽ വിപണി അടക്കമുള്ള കാര്യങ്ങൾ. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ സർക്കാർ ഓയിൽ കമ്പനികൾക്ക് ശക്തമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്, ശേഖരം കുറയാതിരിക്കാൻ വേണ്ടി കയറ്റുമതി നിർത്തണമെന്ന്. ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിലുള്ള കയറ്റുമതി ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് രാജ്യത്തിനകത്തുള്ള വിപണി മാത്രം ശ്രദ്ധിക്കുന്നതാണ് നല്ലത് എന്ന് ഓയിൽ കമ്പനികൾക്ക് രാജ്യം നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഈ രാജ്യത്ത് വിലക്കയറ്റം അടക്കമുള്ള വലിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണിത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ സ്റ്റാൻഡ് കൂടി നമ്മൾ ഇതിനകത്ത് പരിശോധിക്കേണ്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം വളരെ നിർണായകമായ ഒരു നിഷ്പക്ഷ നിലപാടെടുക്കുകയും എന്നാൽ വളരെ കൃത്യമായി കാര്യങ്ങൾ അപഗ്രഥിക്കുകയും ഇടപെടേണ്ടിടത്ത് ഇടപെടുകയും ചെയ്തിട്ടുള്ള ഒരു ചരിത്രമാണ് നമ്മുടെ രാജ്യത്തിന് ഉള്ളത്. പ്രത്യേകിച്ച് ഇറാനുമായി ബന്ധപ്പെട്ട് വളരെ ദീർഘകാല സൗഹൃദമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ധാരാളം വിപണിയിൽ തന്നെ സൗഹൃദമുണ്ട്. ഇറാനിൽ നിന്ന് നാച്ചുറൽ ഗ്യാസ് ഇന്ത്യ വാങ്ങുന്നുണ്ട്. പിന്നെ പലതരം സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊടുക്കൽ വാങ്ങൽ നടത്തുന്ന ഒരു രാജ്യമാണ്. പലതരം നയതന്ത്ര ബന്ധവും വളരെ നന്നായി തുടരുന്ന ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ അതേസമയം ഇറാനിലെ പരമോന്നത നേതാവിനെ വധിച്ചിട്ടും ഇന്ത്യ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്തിയിട്ടില്ല എന്നത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യ നയത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടാണ് ഇന്ത്യ ഇപ്പോൾ പുലർത്തുന്നത് എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് നമ്മുടെ രാജ്യത്ത് തുടരുന്നൊരു പാരമ്പര്യത്തിന് വിരുദ്ധമാണ് എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ സ്റ്റാൻഡിനെ, ഇന്ത്യയുടെ നിലപാടുകളെ പലരും സംശയത്തോടു കൂടി നോക്കാനും ഇത് ഇടവരുത്തും. പ്രത്യേകിച്ച് നരേന്ദ്രമോദി സമീപകാലത്താണ് ഇസ്രായേൽ പാർലമെൻറ്റ് സന്ദർശിക്കുകയും പാർലമെൻറ്റിൽ ഒരു കൂട്ടം ആളുകൾ കൂക്കി വിളിക്കുകയൊക്കെ ചെയ്തത് ഒക്കെ നമ്മൾ കണ്ടതാണ്. അവിടുത്തെ പ്രതിപക്ഷം നരേന്ദ്രമോദിയെ കൂക്കി വിളിക്കുകയാണ് ചെയ്തത്. ആദ്യമായിട്ടുണ്ട് ഒരു ഇന്ത്യൻ രാഷ്ട്രത്തലവന് മറ്റൊരു രാജ്യത്തെ പാർലമെൻറ്റിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇസ്രായേലിനെ ഫാദർലാൻഡ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയാണ് നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുള്ളത് എന്നത് ഒരു പ്രത്യേകതയാണ്. അതേസമയം ഇന്ത്യയുടെ മുൻകാല നിലപാടുകൾ അങ്ങനെയല്ല. ഇറാൻ അടക്കമുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി സൗഹൃദം പുലർത്തുകയും ഇസ്രായേലുമായി സൗഹൃദം പുലർത്താതിരിക്കുകയും ചെയ്യുന്നൊരു പാരമ്പര്യമായിരുന്നു രാജ്യം പുലർത്തിയിരുന്നത്. രാജ്യത്തിൻ്റെ മുന്നിൻ്റെ ഒരു വലിയൊരു ഇമേജ്, ലോക രാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യക്കുണ്ടായിരുന്നൊരു ഇമേജിൻ്റെ ഒരു കാരണവും യഥാർത്ഥത്തിൽ ഇതായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സിറ്റുവേഷനാണ്. പക്ഷേ ഇന്ത്യ തന്നെ വളരെ രൂക്ഷകരമായിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയും ഇസ്രായേലും ചേർന്നാണ് ഇറാനെ ആരംഭിച്ചത്. യുദ്ധം ആരംഭിച്ചത് അമേരിക്കയാണ്. പ്രത്യേകിച്ച് ഒരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ ഒരു പരമാധികാരത്തെ ലംഘിച്ചുകൊണ്ടുള്ളൊരു ആക്രമണമാണ്. തീർച്ചയായും പ്രത്യാക്രമണം ഉണ്ടാകും. അതിൻ്റെ ഭാഗമാണ് അമേരിക്കൻ മിലിറ്ററി ബേസുകളുള്ള ഖത്തറും സൗദി അറേബ്യയും UAEയും അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇപ്പോഴുള്ള മിസൈൽ ആക്രമണം ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഭവിഷ്യത്തുകളും സൃഷ്ടിക്കുമെന്നത് പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് 25 ലക്ഷത്തിലധികം, അതാണ് 30 ലക്ഷത്തോളം മലയാളികളാണ് ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം കൂടി ഉള്ളത്. കുവൈറ്റ് ആയാലും അത് ബഹ്റൈൻ, ഖത്തർ,
പിന്നെ സൗദി അറേബ്യ, UAE തുടങ്ങിയ എല്ലാ രാജ്യങ്ങളിലുമായി 30 ലക്ഷത്തോളം മലയാളികളുണ്ട്. അവിടുത്തെ ഈ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ഘടനയിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട് പ്രവാസികൾക്ക്. കേരളത്തിൻ്റെ GDP-യുടെ 25% എന്ന് പറയുന്നത് പ്രവാസികളുടെ വരുമാനമാണ്. അപ്പോൾ 2 ലക്ഷം കോടിയിലധികം രൂപ പ്രതിവർഷ വരുമാനം കേരളത്തിലെത്തിക്കുന്ന ഒന്നാണ് പ്രവാസി സമൂഹം. അപ്പോൾ കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയിൽ പ്രവാസികൾ നേരിട്ട് നൽകുന്ന സംഭാവനയാണ്. അതോടൊപ്പം തന്നെ പ്രവാസികളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേറെ ധാരാളം കേരളത്തിലുണ്ട്. അവരുടെ കുടുംബാംഗങ്ങൾ ജീവിക്കുന്നുണ്ട്. അവരുടെ മറ്റ് പല തരത്തിലുള്ള ഇടപാടുകളിൽ ലോക്കൽ എക്കണോമിയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഒരു പ്രാദേശിക സമ്പദ്ഘടനയിൽ വളരെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് പ്രവാസി സമൂഹം. ആ പ്രവാസി സമൂഹമാണ് ഇപ്പോൾ വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. യുദ്ധം തുടർന്നാൽ ഇപ്പോൾ നിലവിൽ ഡയറക്റ്റായി മലയാളികളെയൊന്നും യുദ്ധം ബാധിച്ചിട്ടില്ല എന്നിരിക്കലും ഈ യുദ്ധത്തിൻ്റെ തുടർച്ച, യുദ്ധം ശക്തിപ്പെടുകയൊക്കെ ചെയ്താൽ തീർച്ചയായും നമ്മുടെ കേരളത്തിന് നേരെ ഒരു ആക്രമണം നടത്തുന്ന പോലെ ആയിരിക്കും. അതിൻ്റെ അതേ എഫക്റ്റ് തന്നെയായിരിക്കും UAE-യിലും ഖത്തറിലും സൗദി അറേബ്യയിലും കുവൈറ്റിലുമൊക്കെ ബഹ്റൈനിലുമൊക്കെ ആക്രമണങ്ങൾ ഉണ്ടായാൽ സംഭവിക്കുക. അതിൻ്റെ യുദ്ധം നീണ്ടുപോയാൽ അത് കൂടുതൽ ശക്തിയായി സംഭവിക്കുമെന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. തീർച്ചയായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരിഭ്രാന്തിയിലാക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ വളരെ ദീർഘമായിട്ടുള്ള പദ്ധതികൾ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇക്കാര്യത്തിൽ വേണ്ടതാണ്. അതിൻ്റെ ഒരു തുടക്കവും കാണുന്നില്ല എന്നതാണ്. ഒരു പ്രവാസി ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കി എന്നതൊഴിച്ചാൽ മറ്റ് കാര്യങ്ങളിലൊന്നും സർക്കാർ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല. നേരത്തെ തന്നെ ഇപ്പോൾ അവിടെ നിന്ന് പിരിഞ്ഞു വരുന്ന പ്രവാസികൾക്ക് 6 മാസത്തെ ശമ്പളം കൊടുക്കാമെന്ന് പണ്ട് 10 വർഷം മുമ്പ് കേരള മുഖ്യമന്ത്രി കൊടുത്ത വാഗ്ദാനം പോലും ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് വരുമ്പോൾ വളരെ ദീർഘമായൊരു കൂട്ടപ്പലായനം വേണ്ടി വന്നാൽ, ദീർഘമായൊരു ഇവാക്യുവേഷൻ വേണ്ടി വന്നാൽ, ഒഴിപ്പിക്കൽ വേണ്ടി വന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. നേരത്തെ 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് കുവൈറ്റ് യുദ്ധം നടന്നത്. ആ കാലത്ത് 2 ലക്ഷത്തോളം മലയാളികളെയാണ് എയർ ലിഫ്റ്റിംഗ് വഴി ഒഴിപ്പിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ അതിനേക്കാൾ എത്രയോ വലിയ സംഖ്യ. അത് കുവൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് മാത്രം ബാധകമായിരുന്നു. അതുതന്നെ അക്കാലത്ത് വലിയ തോതിൽ കേരളത്തിൻ്റെ സാമൂഹ്യ ഘടനയെ അത് ബാധിച്ചിരുന്നു എന്നത് പറയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ 10 ഇരട്ടിയിലധികം ആളുകളെ ഒഴിപ്പിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും യുദ്ധം ശക്തിപ്പെടുത്താൻ. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തെ നേരിടാൻ വേണ്ടുന്ന യാതൊരു മുന്നൊരുക്കങ്ങളോ ഒരു സൗകര്യമോ ഇല്ല എന്ന് മാത്രമല്ല കേരളത്തിൻ്റെ സമ്പദ്ഘടനയെ വളരെ വലുതായി ബാധിക്കും. ഇപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നയത്തെയും രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയും വിശിഷ്യ കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ ഘടനയും വലിയ തോതിൽ ബാധിക്കുന്ന ഒന്നാണ് യുദ്ധം എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഇൻ്റർനാഷണൽ വിപണിയിൽ ഈ ക്രൂഡ് ഓയിലിൻ്റെ വില $90 മുകളിലേക്ക് ഉയർന്നാൽ, ബാരലിന് $90 മുകളിലേക്ക് ഉയർന്നാൽ നമ്മുടെ പെട്രോളിൻ്റെ വില വർധനവ് രാജ്യത്തുണ്ടാകും. ഡീസലിൻ്റെ വില വർധനവ്, ഇന്ധന വില എല്ലാം വലിയ തോതിൽ വർദ്ധിപ്പിക്കേണ്ടി വരും. ഇപ്പോൾ നിലവിൽ തന്നെ വില കുറയുമ്പോഴും അന്താരാഷ്ട്ര വിപണി വില കുറയുമ്പോഴും ഇവിടെ വില കുറയ്ക്കാതെ വില വർദ്ധിപ്പിച്ച് നിലനിർത്തുകയാണ് സർക്കാർ ചെയ്യുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്നത് ഭയാനകമാണ്. നമ്മുടെ മുമ്പോട്ടുള്ള ഒരു ജീവിതത്തെ വലുതായി ചോദ്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യുദ്ധം അവസാനിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെയും കൂടി ആവശ്യമാണ്, യുദ്ധം തുടരാതിരിക്കുക എന്നത്. പക്ഷേ അന്താരാഷ്ട്ര നിലപാടുകളിൽ ഇസ്രായേലും അമേരിക്കയും തുടരുന്ന നിലപാടുകളനുസരിച്ച് ഒരിക്കലും അവർ അങ്ങനെ അവസാനിപ്പിക്കാൻ പോകുന്നില്ല. അതനുസരിച്ച് ഇറാനും അതിൻ്റെ ചെറുത്ത് നിൽപ്പ് തുടരും എന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ രാജ്യം തീർച്ചയായും നീതിയുടെ പക്ഷത്ത് നിൽക്കണം. രാജ്യം നിലനിൽക്കേണ്ടത് ഇറാനോടൊപ്പമാണ്. അന്താരാഷ്ട്ര തലത്തിൽ അന്താരാഷ്ട്ര ചട്ടമ്പിയായി അഭിനയിച്ചുകൊണ്ട് രാജ്യങ്ങൾക്ക് നേരെ എത്ര രാജ്യങ്ങൾക്ക് നേരെയാണ് അമേരിക്ക സമീപകാലത്ത് യുദ്ധം നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും. എത്ര രാഷ്ട്രത്തലവന്മാരെയാണ്. വെനിസ്വേലയിലെ രാഷ്ട്രത്തലവൻ മദുറോയെ അവിടെ കയറി അറസ്റ്റ് ചെയ്ത് അമേരിക്കയിൽ കൊണ്ടുപോകണം. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരവുമില്ല. അതടക്കം ഒരു രാഷ്ട്രത്തലവന്മാരെ അറസ്റ്റ് ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ രാജ്യങ്ങളെ കടന്നാക്രമിക്കുന്നതിൽ, രാഷ്ട്രത്തലവന്മാരെ വധിക്കുന്നതിൽ ഒന്നും ഒരു തത്വദീക്ഷയും പുലർത്താതിരിക്കുന്ന ഒരു സാമൂഹ്യക്രമം ഈ ലോകത്ത് കൊണ്ടുവന്നിരിക്കുന്നത് അമേരിക്കയുടെ നേതൃത്വത്തിലാണ്. ആ സാമൂഹ്യക്രമത്തെ ചോദ്യം ചെയ്യുക എന്നതും അവിടെ മറ്റൊരു ചേരിയെ സൃഷ്ടിച്ചെടുക്കുക എന്നതും നമ്മുടെ രാജ്യം ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ചെയ്തു പോന്നിരുന്നൊരു കാര്യമാണ്. പക്ഷേ നിലവിൽ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിന് നേതൃത്വമുള്ള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വംശീയത വെച്ച് പുലർത്തുന്നവരെ പിന്തുണയ്ക്കുക എന്ന നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനും
ബെഞ്ചമിൻ നെതന്യാഹുവിനുമായിരിക്കും നമ്മുടെ രാജ്യത്തിൻ്റെ പിന്തുണ എന്നത് ഈ രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യരുടെ, ജനാധിപത്യബോധമുള്ള മനുഷ്യരുടെ അഭിമാനത്തിന് നേരെയുള്ള ചോദ്യചിഹ്നം കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സാമൂഹ്യ ഘടനയ്ക്ക്, നമ്മുടെ രാജ്യത്തെ പ്രവാസി സുഹൃത്തുക്കളുടെ അവരുടെ ജീവന് കൂടിയാണ് നമ്മുടെ രാജ്യം വിലപേശുന്നത് എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം. യുദ്ധം അവസാനിക്കാനാണ് രാജ്യം ഇടപെടേണ്ടത്. നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളും എല്ലാം യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ സമ്മർദ്ദങ്ങളിലേക്ക് ഈ രാജ്യവും സംസ്ഥാനവും ഒക്കെ കടന്നുകൂടണം. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, CPM, CPI അടക്കമുള്ള എല്ലാ പ്രതിപക്ഷ പാർട്ടികളും, രാജ്യത്തുള്ള വലുതും ചെറുതുമായ വെൽഫെയർ പാർട്ടി അടക്കമുള്ള രാജ്യത്തെ വലുതും ചെറുതുമായ പാർട്ടികളെല്ലാം ഈ യുദ്ധത്തിന് എതിരും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ അക്രമത്തിനെ തീർത്തും അപലപിക്കുന്നവരുമാണ്. ഈ രാജ്യത്തിലെ സർക്കാരും ആ ഒരു പാതയിലേക്കാണ് വരേണ്ടത് എന്നതാണ്. വിദേശകാര്യത്തിൽ സർക്കാർ പ്രതിലോമ പക്ഷത്ത് നിൽക്കുകയും പ്രതിപക്ഷം പുരോഗമന പക്ഷത്ത് നിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണുള്ളത്. അങ്ങനെയല്ല രാജ്യമുണ്ടായിരുന്നത്. സർക്കാരും പ്രതിപക്ഷവും എല്ലാം ഒത്തുചേർന്നുകൊണ്ട് ഒരേ സമീപനം സ്വീകരിച്ചുകൊണ്ട് പുരോഗമന പക്ഷത്ത് നിലനിന്നിരുന്നൊരു രാജ്യത്തിൻ്റെ പാരമ്പര്യം വീണ്ടെടുക്കണം. നമ്മുടെ രാജ്യത്തെ പ്രത്യേകിച്ച് മലയാളി സുഹൃത്തുക്കളുടെ ആശങ്ക അകറ്റുവാനുള്ള സമീപനം സ്വീകരിക്കണം. യുദ്ധം ശക്തിപ്പെടാതിരിക്കാൻ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ സമ്മർദ്ദപ്പെടുത്തണം എന്നതാണ്. ഇല്ലെങ്കിൽ വലിയ അപകടകരമായിരിക്കും ലോകം കടന്നു പോകുന്നത്. രാഷ്ട്രാതിർത്തി മാറും. മിഡിൽ ഈസ്റ്റ് മാറിയാൽ നമ്മുടെ രാജ്യവും മാറേണ്ടി വരും, നമ്മുടെ സംസ്ഥാനവും മാറേണ്ടി വരും. അതുകൊണ്ട് തന്നെ അത്തരം അപകടത്തിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് പറയാൻ മാത്രമാണ് നമുക്ക് കഴിയുക.